ഈ കഥ ഞങ്ങൾ മെനക്കെട്ടിരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലുമായി ഇതിലെ ഏതെങ്കിലും കഥാപാത്രത്തിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പാഠം 53. പുതുവർഷത്തിലേക്ക് സ്നേഹപൂർവം. ഈശ്വര, പുതിയ വർഷം തുടങ്ങുകയാണ്. നിങ്ങളുടെ കണക്കും പ്രകാരം ഇത് പുതുവർഷമാണോ എന്നെനിക്കറിയില്ല. നിങ്ങൾക്ക് 3 പേർക്കും സ്വന്തമായിട്ട് കലണ്ടറുള്ള ആളുകളാണല്ലോ. അതില് ഒരാളുടെ കലണ്ടറിലെ ഇന്ന് പുതുവർഷം ഉള്ളൂ എന്നും അറിയാം. പക്ഷേ നാട്ടു നടപ്പ് പോലല്ലേ കാര്യങ്ങൾ നടക്കൂ. ഈ വർഷം കാര്യമായ ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കിക്കൊള്ളേ. കഴിഞ്ഞ വർഷം നിങ്ങൾ എനിക്കൊരു പ്രൊമോഷൻ തന്നു, വില്ലേജ് ഓഫീസർ ആക്കുകയും ചെയ്തു. ഇനിയിപ്പോ ഈ വർഷം പ്രൊമോഷൻ ചോദിക്കാനും പാടില്ലല്ലോ. വേണ്ട. പക്ഷേ ഒരു 5-6 കൊല്ലത്തിനകം ഒരു തഹസീൽദാരാക്കാൻ സഹായിക്കണം. പിന്നെ എന്റെ ഈ പെട്ടെന്നുള്ള എടുത്തയാട്ടവും ദേഷ്യമൊക്കെ കുറയ്ക്കാൻ സഹായിക്കണം. ഇന്ന് പ്രാർത്ഥന കുറച്ച് കൂടുതലാണല്ലോ. വില്ലേജ് ഓഫീസർ പ്രാർത്ഥിച്ചാൽ പേടിക്കണം. മോഹനേട്ടാ, കഴിഞ്ഞില്ലേ? ഓഫീസിൽ പോകാൻ നേരമായില്ലേ? ഒരു പുതിയ വർഷമല്ലേ തുടങ്ങുന്നത്, കാര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എടുത്തുചാട്ടമില്ല, വാശിയില്ല, വഴക്കില്ല. ഈ വർഷം മോഹനേട്ടനൊരു പുതിയ മനുഷ്യനായിരിക്കും. എന്താ സംശയം? ഇന്നു മുതൽ നീ പോലും എന്റെ സ്വഭാവം കണ്ട് അത്ഭുതപ്പെടും. എനിക്കിനി ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും തഹസിൽദാരാവണം. അയ്യോ, ഇത്ര ചെറുപ്പത്തിലെയോ? ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് മതി. പക്ഷേ അതിനു മുമ്പ് ഡിപ്പാർട്ട്മെന്റ് നല്ല പേരുണ്ടാക്കണം. മേലുദ്യോഗസ്ഥന്മാർക്കൊക്കെ എന്നെപ്പറ്റി നല്ല മതിപ്പുണ്ടാവണം. അതിനാണ് എന്റെ ശ്രമം. മോഹനേട്ടനെ പറ്റി ഇപ്പോഴും ഡിപ്പാർട്ട്മെന്റ് നല്ല പേരാണല്ലോ. അത് പോരാ. ഇപ്പോ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ എവിടെയെങ്കിലും ഒരു ചർച്ച വരുമ്പോ മോഹനകൃഷ്ണനെ കണ്ടുപിടിക്ക് എന്ന് ആളുകൾ പറയണം. അപ്പോ ഞാൻ ഇറങ്ങട്ടെ ഒരു പുതിയ വർഷത്തിലേക്ക്. നന്നായി വരട്ടെ. മോഹനേട്ടാ, എന്താ പുറകിന്ന് വിളിച്ചിട്ട് ദേഷ്യപ്പെടാത്തത്? ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ, പറഞ്ഞതൊക്കെ ഉള്ളതാണോന്ന്. മോഹനകൃഷ്ണൻ അങ്ങനെ വാക്ക് മാറ്റില്ല. ഞാൻ ഇന്നലെ കണ്ട മോഹനകൃഷ്ണനല്ല, ഇതാള് വേറെ. ഈശ്വരാ, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇന്നത്തെ ഈ നല്ല തുടക്കം എന്നും ഉണ്ടാവട്ടെ. എന്നും ഉണ്ടാവും. പിന്നെ ലംബോദരൻ പിള്ള വരുമ്പോ വാടക ഞാൻ നാളെ വീട്ടിൽ കൊണ്ടെത്തിച്ചോളന്ന് പറയണം. അയാളോടും സ്നേഹമായിട്ടേ നമ്മൾ പെരുമാറണം. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടുടമസ്ഥനല്ലേ. ഇത് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ തന്നെയാണോ? നീ ഒന്നും ആയിട്ടില്ല. ഇനി കാണാൻ എന്തൊക്കെ ഇരിക്കുന്നു. വരട്ടെ. സാറേ, എന്തായാലും ഇപ്പൊ കണ്ടത് നന്നായി. ഒരു പ്രശ്നമുണ്ട് സാറേ. എന്ത് പ്രശ്നം? എന്റെ പൊന്ന് സാറേ, അന്ന് ഞാനൊരു പീലിപ്പോസിന്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഏത് പീലിപ്പോസ്? സാറേ, ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു? ആ സഹകരണ ബാങ്കിന്റെ പുറകിലുള്ള 35 സെന്റ് ഭൂമിയുടെ പിടികിട്ടിയ അതിന്റെ ഉടമസ്ഥനാണ് ഈ പീലിപ്പോസ്. അത് ഞാൻ അന്നേ പറഞ്ഞില്ലേ, നടക്കില്ല, ഭയങ്കര പാടാണെന്ന്. സാറേ ഉത്തമ, അങ്ങനെ ചെയ്തു തരാൻ പറ്റുന്നൊരു കാര്യമല്ലത്. അയ്യോ, അങ്ങനെ പറയില്ല സാറേ. എങ്ങനെയെങ്കിലും അത് ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞാനും നാറും, സാറ് നാറും. അത് മനസ്സിലായില്ല.
അതായത് ഈ സംഗതി ശരിയാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് പീലിപ്പോസ് ഒരു ദിവസം രാവിലെ എന്റെ വീട്ടിൽ കയറി വന്നപാടെ എന്നോട് പറഞ്ഞു, ഉത്തമ എനിക്കൊരു സഹായം വേണമെന്ന്. ഈ ആളുകളെ സഹായിക്കുക എന്നുള്ളതാണല്ലോ എന്റെ ജോലി, പറ്റില്ല എന്ന് ഞാൻ അങ്ങനെ പറയും. എന്നിട്ടെന്തോന്ന് കാര്യം എന്താ പീലിപ്പോസെ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, സഹകരണ ബാങ്കിന്റെ പുറകിലുള്ള 35 സെന്റ് ഭൂമിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അവൻ അതിലെന്തോ കെട്ടിടം പണിയാനാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനോ കെട്ടിട നിർമ്മാണ പെർമിറ്റിന് പഞ്ചായത്ത് ഓഫീസിലെങ്ങാണ്ടോ കൊടുക്കാനോ ആണ് ഈ പൊസിഷൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം. ആയിരിക്കും. പക്ഷേ ഉത്തമൻ അന്ന് എന്റെ കയ്യിൽ കൊണ്ടുവന്ന ആധാരത്തിന്റെ ഒറിജിനൽ വേണമെന്ന് ഞാൻ അന്നേ പറഞ്ഞു. അപ്പൊ ഉത്തമൻ പറഞ്ഞു ഒറിജിനൽ നഷ്ടപ്പെട്ടു പോയി, പകരം ആധാരത്തിന്റെ പകർപ്പെടുക്കാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ അത് സത്യമല്ല എന്ന് എനിക്കറിയാം. ഫിലിപ്പോസിന്റെ ആധാരം ബ്ലേഡ് കമ്പനി നടത്തുന്ന സദാശിവന്റെ അലമാരയിലാണ്. അല്ല സാറിന് ഒറിജിനൽ കാണണമെന്നല്ലേ ഉള്ളൂ, അപേക്ഷയോടൊപ്പം ഫോട്ടോ കോപ്പി ആയിരുന്നാലും മതിയല്ലോ. മതി, പക്ഷേ എനിക്ക് ഒറിജിനൽ കാണണമല്ലോ. സാർ ഇത് കണ്ടോ കണ്ടില്ലോ എന്ന് ഇവിടെ ആര് കണ്ട്? അഴിമതി. മോഹനകൃഷ്ണൻ അഴിമതി നടത്തണമെന്ന്. ഉത്തമ, ഇന്ന് 2013 ജനുവരി 1-ാം തീയതി ആയിട്ട് ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാർ ഉദ്യോഗസ്ഥനായ എന്നെ കൈക്കൂലി തന്ന വശത്താക്കാൻ ശ്രമിക്കുന്നു. ഈ സാറിന് കൈക്കൂലി തരാൻ എനിക്കെന്തോന്ന് ഭ്രാന്ത? ആധാരത്തിന്റെ ഒറിജിനൽ ഇല്ലാതെ ഇത് നടക്കൂലെന്ന് ഞാൻ അന്നേ ഫിലിപ്പോസിനോട് പറഞ്ഞതാണെന്നേ. പക്ഷെ എങ്ങനെയെങ്കിലും സാറിനോട് പറഞ്ഞെന്ന് കാല് പിടിച്ച് ശരിയാക്കി തരണമെന്ന് പറഞ്ഞ് ഒരു 250 രൂപയും ഒരു വാഴക്കൊലയാവൻ തന്നത്. വാഴക്കൊല? ഫിലിപ്പോസിന് കായയുടെ ബിസിനസ്സാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ സഹകരണ ബാങ്കിന്റെ പുറകിൽ കെട്ടിടം പണിയാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ഞാൻ എന്ത് വേണമെന്ന് അർത്ഥം പറയുന്നത്? സാർ എങ്ങനെയെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയായി കൊടുത്താൽ ഫിലിപ്പോസിന് അതൊരു സഹായമാവും. സഹകരണ ബാങ്കിന്റെ പിന്നിൽ കട തുടങ്ങുമ്പോ ആഴ്ചയിൽ ഒരു വാഴക്കൊല വീതം ഫിലിപ്പോസ് സാറിന്റെ വീട്ടിലെത്തിക്കും. കൈക്കൂലിയായിട്ടില്ല. അയ്യോ, ഈ ഫിലിപ്പോസിന് കായയുടെ ബിസിനസ് ആണല്ലോ. ചുരുക്കി പറഞ്ഞ കൈക്കൂലി. വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണനെ കൈക്കൂലി നിന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ഉത്തമ, ഞാൻ രാവിലെ ഭാമയ്ക്കൊരു വാക്ക് കൊടുത്തുപോയി. ഇല്ലെങ്കിൽ ഉത്തമൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു മോഹനകൃഷ്ണൻ. ഈയാൾക്ക് കാര്യം പറഞ്ഞാലും മനസ്സിലാവില്ലോ. ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്തായാലും മോനൊരു സാർ ആഫീസിലെത്തുന്നതിന് മുമ്പ് പ്രശ്നം തീർത്തില്ലെങ്കിൽ എന്റെ കാര്യം പോക്കാം. സാറേ 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 ഒരു കാര്യം പറയാനുണ്ടായിരുന്നു സാറേ. സാറേ സാറേ പിന്നെ വേറൊരു പ്രശ്നമുണ്ട് സാറേ. എന്ത് പ്രശ്നം? അല്ല, ഒരു പ്രശ്നമില്ല. ആഴ്ചയിൽ ഒരിക്കൽ കിടുന്ന വാഴക്കൊലയ്ക്ക് വേണ്ടി പോറ്റമ്മയായ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ ഒറ്റുകൊടുക്കാൻ ഈ മോഹനകൃഷ്ണൻ തയ്യാറല്ല. സാറേ അതല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇന്ന് രാവിലെ ഫിലിപ്പോസ് വീട്ടിൽ വന്ന് ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞ് വഴക്കായി. അവ ശരിയാക്കി തരാന്ന് ഞാൻ പറഞ്ഞപ്പോ അയാൾ ചോദിക്കുക മോനേഴ് സാർ എന്ത് പറഞ്ഞു എന്ന്. ഞാൻ അറിയാതെ പറഞ്ഞുപോയി. മോനേഴ് സാറിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും അന്ന് ഫിലിപ്പോസ് എനിക്ക് തന്ന വാഴക്കൊല സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും. എന്നെയോ? ഏത് വാഴക്കൊല? സാറേ ഫിലിപ്പോസിന്റെ അടുത്തും തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷെ അത് പ്രശ്നമായി. എന്ത് പ്രശ്നം? ഇന്ന് വില്ലേജ് ഓഫീസിൽ വന്ന് സാറിനോട് വാഴക്കൊലയുടെ കാര്യം പറയുമെന്നും മര്യാദയ്ക്ക് പൊസിഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ സാറിനെ പരസ്യമായി നാറ്റിക്കുമെന്നും ഫിലിപ്പോസ് പറഞ്ഞു. പിന്നെ എന്റെ വില്ലേജ് ഓഫീസ് വന്ന് എന്നെ നാറ്റിക്കാൻ? ഉത്തമ, അവ ഏത് ഫിലിപ്പോസ് ആയാലും ശരി എന്റെ അടുത്ത് കളിച്ച വിവരം അറിയും. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും വില്ലേജ് ഓഫീസിന്റെ പരിസരത്ത് അവനെ കാണരുതെന്ന് പറഞ്ഞേക്ക്. അല്ല സാറേ, അല്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. അയാൾ വില്ലേജ് ഓഫീസിലോട്ട് പോയിട്ടുണ്ട്. സാർ ദൈവത്തെ ഓർത്ത് വഴക്കുണ്ടാക്കരുത്. വാഴക്കൊല്ല ഞാൻ സാറിന് തന്നില്ല എന്നറിഞ്ഞാൽ അയാൾ എന്റെ വീട്ടിൽ കയറി വരും. അവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സാറിനറിയാലോ, അതെന്റെ ബിസിനസിനെ ബാധിക്കും. ബിസിനസ്സോ? എന്ത് ബിസിനസ്? മാന്യന്മാരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വാഴക്കൊലകൾ വാഗ്ദാനം ചെയ്ത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യിക്കുന്നതാണോ ഉത്തമന്റെ ഉത്തമമായ ബിസിനസ്? വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന് ഈ നാട്ടിലുള്ള വില കളയാൻ ഞാൻ സമ്മതിക്കില്ല. ആഹാ. അല്ല സാറേ, ഇതാ ഈശ്വരാ, ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. മോനയുടെ സാറും ഫിലിപ്പോസും തമ്മിൽ ഉടക്കാവും. ഫിലിപ്പോസ് അകത്തും ആവും. ഇവിടെ നിന്നാ എനിക്ക് പണിയാവും.